ഹായ്. ഞാൻ ഇന്നേ കുറച്ച് സ്റ്റിച്ചിങ് ഐഡിയകൾ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ ഭൂരിഭാഗം പേരും തയ്ക്കുന്നവരൊക്കെ ആയിരിക്കുമല്ലോ. നമ്മളുടെ സ്വന്തം ആവശ്യത്തിനെങ്കിലും തയ്ക്കുന്നവരായിരിക്കുമല്ലോ. ഇത് നമ്മുടെ കുട്ടികളുടെ പഴയ ജീൻ പാൻറ്റ്, അതായത് ചെറുതായതോ കളർ ഫെയ്ഡായതോ ഒക്കെ ആയിട്ടുള്ള കുറേ ജീൻ പാൻറ്റ് നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ബാഗ് തയ്ച്ചേക്കുന്നത്. വലിയ കുഴപ്പമില്ല. അതിൻ്റെ ആ പോക്കറ്റാണ് ആ ഒരു ഫ്ലവർ ഡിസൈൻ വന്നേക്കുന്നത്. അത് ഞാനൊരു കവർ പോലെ ഫ്രണ്ടിൽ കൊടുത്ത് നമുക്ക് മൊബൈൽ ഫോണോ എന്തെങ്കിലുമൊക്കെ ഇടാം. അത്യാവശ്യം ടു വീലറിലൊക്കെ പോകുമ്പോഴത്തേക്കും കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ ഇതും അതുപോലെ തന്നെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ എടുത്തൊരു മെറ്റീരിയൽ, അതിൻ്റെ ബാക്കി വന്നതാണ്. കുറച്ച് മിറർ വർക്കൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചുമ്മാ ഒരു ഇതുപോലെ സൈഡ് ബാഗ് പോലെ മൊബൈൽ ഫോൺ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ തയ്ച്ചതാണ്. ഒരു സിബൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ. സിബൊക്കെ ആയിട്ട് അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ ഫോണ്, കുറച്ച് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് എന്തെങ്കിലുമൊക്കെ വെക്കാം. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വലിയ ബാഗൊന്നും നമുക്ക് പിടിക്കാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. സൈഡിൽ കിടക്കും. പിന്നെ നല്ല സ്ട്രോങ് ആണ്. അതിൻ്റെ വള്ളിയൊക്കെ ആണെങ്കിൽ സ്ട്രോങ് ആണ്. കുഴപ്പമില്ല. നമുക്ക് യൂസ് ചെയ്യാനും സിമ്പിളാണിത്. പിന്നെ ഇതൊരു ചുരിദാർ തയ്ച്ചതിൻ്റെ മെറ്റീരിയലിൻ്റെ ബാക്കിയാണ് കേട്ടോ. അതും വെറുതെ ഞാൻ അത്യാവശ്യം ഒരു വലിയ ഫയലൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ, അതായത് ഒരു വലിയ ടെക്സ്റ്റ് ബുക്കൊക്കെ കൊള്ളും. പിന്നെ ഇത് സൈഡിലൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഫോണോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെൻറ്ററിൽ അത്യാവശ്യം വൈഡായിട്ട് തന്നെ ഒരു വലിയൊരു ബുക്ക് വെക്കാവുന്ന ആ ഒരു ലെങ്ത്തിൽ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുവോ. പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് അവരുടെ വാട്ടർ ബോട്ടിലും ലഞ്ചും മാത്രം ഇട്ടിട്ട് സിബൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലും ഒരു ചെറിയൊരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ടുണ്ട്, അല്ല എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ലഞ്ച് ബോക്സ് ഒക്കെ വെച്ച് കൊടുത്തു വിടാം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ, എല്ലായ്പ്പോഴും നമ്മൾ വാങ്ങുന്നതല്ലേ. അങ്ങനെ കൊടുത്തു വിടാനായിട്ട് അതും സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. കുഴപ്പമില്ല. നമുക്ക് നല്ല എന്തെങ്കിലും എടുത്ത് സ്റ്റോർ ചെയ്താൽ നമ്മുടെ വല്ല ഡോക്യുമെൻറ്റ്സൊക്കെ സ്റ്റോർ ചെയ്ത് ഹാങ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ വെക്കാം. അങ്ങനെ കുറേ ഐഡിയകളുണ്ട്. ഞാൻ ജസ്റ്റ് അതിന് അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു എന്ന് മാത്രം. വള്ളി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വെളിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഇല്ല വീട്ടിൽ എന്തെങ്കിലും എടുത്ത് വെക്കാനാണെങ്കിൽ അങ്ങനെ. പിന്നെ ഒരു സാരിയുടെ ഇതുപോലെ ഞാൻ തയ്ച്ചതിൻ്റെ ബാക്കിയായിരുന്നു. ഇതും നമുക്ക് ലഞ്ച് ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുമല്ലോ. ചെറിയ ചെറിയ ഡോക്യുമെൻറ്റ്സ്, പാൻ കാർഡോ അങ്ങനെയൊക്കെ എല്ലാം കൂടെ എടുത്ത് അതിൽ വെച്ച് ഹാങ് ചെയ്യുക. ഇത് നമ്മൾ ഈ ജ്വല്ലറികളിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കവറില്ലേ, അതാണ് ഞാൻ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. കാര്യം കുറച്ച് സ്റ്റിഫായിട്ട് കട്ടിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല ഇതായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല വൈഡായിട്ട് തന്നെയാണ്. പിന്നെ അതിൻ്റെ വലിയ സൈസാണ് കേട്ടോ. ഇത് അതിൻ്റെ വലിയ സൈസാണ് ആ കാണുന്നത്, ഒരു ബിഗ് ഷോപ്പറിൻ്റെയൊക്കെ സൈസ്. അതിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കുന്നത് ഇത് പുറമേ ഉള്ള ക്ലോത്താണ്. ഉള്ളിൽ കൊടുത്തേക്കുന്നത് ഇതുപോലെ ക്യാൻവാസ് വേണേൽ ക്യാൻവാസ് വെക്കാം. അതില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഈ ജ്വല്ലറിയിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നതല്ല, മുൻപ് നമ്മൾ ജ്വല്ലറി പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഷോപ്പ് കവറുണ്ടല്ലോ, ആ കവറാണ് ആ ഉള്ളിൽ വെച്ച് കൊടുത്തേക്കുന്നത്. അതാകുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് ഇങ്ങനെ മടങ്ങാതെ തളർന്നു പോവാണ്ട് നല്ല ഇതായിട്ട് നിൽക്കും. അത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അങ്ങനെ ജസ്റ്റ് അതിലും നമുക്കിതുപോലെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സും ഫയലുകളും ഒക്കെ എടുത്ത് സൂക്ഷിച്ച് നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഹാങ് ചെയ്യണമെങ്കിൽ ഹാങ് ചെയ്യാം. വള്ളിയുണ്ട്. അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ വെളിയിൽ കൊണ്ടുപോകാം. കഴുകി യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ.